മനുഷ്യനായ ചില അബദ്ധങ്ങളൊക്കെ പറ്റിയെന്ന് വരും. അതിന് നീ ഇങ്ങനെ കിടന്ന് ചാടിയിട്ട് കാര്യമൊന്നുമില്ല. പറ്റുന്ന തെറ്റ് മനുഷ്യന് പറ്റുന്നതായിരിക്കണം. നിങ്ങൾ ചെയ്യുന്ന തെറ്റ് മൃഗങ്ങൾ പോലും ചെയ്യാറില്ല. പ്രമീളേ, നീ കുറെ കൂടിപ്പോകുന്നുണ്ട്. കൂടിപ്പോകുന്നത് ഞാനാണല്ലേ, നിങ്ങളല്ല. ഇവിടെ ഇതൊക്കെ നടക്കും. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങോട്ട് വരണ്ട എന്ന് പറഞ്ഞത്. വന്നുപോയില്ലേ? നീ കണ്ടും കേട്ടും ഒക്കെ നിന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞതിന് വേറൊരർത്ഥം നീ കാണരുത്. നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റാറ്റസ് കീപ്പപ്പ് ചെയ്യണമെന്നേ ഞാൻ നിന്നോട് പറഞ്ഞുള്ളൂ. അല്ലാതെ ഈ സാധാരണ പെണ്ണുങ്ങളെ പോലെ വഴക്കും വയ്യാവിലിയൊന്നും ഉണ്ടാക്കരുത്. ഇല്ല, ഞാൻ നിങ്ങളെ അനുകരിക്കാൻ ശ്രമിക്കാം. That's good. എന്റെ ഭർത്താവിനെ അനുകരിച്ചത് എങ്ങനെയുണ്ട്? പ്രമീളേ, നിങ്ങൾക്ക് മറ്റൊരു സ്ത്രീയുമായി ബന്ധമുണ്ടെന്നറിഞ്ഞാൽ ഞാൻ മറ്റൊരു പുരുഷനുമായി ബന്ധപ്പെട്ടുകൊള്ളാം. അങ്ങനെ ഞാൻ നിങ്ങളുടെ അന്തസ് കീപ്പപ്പ് ചെയ്യാം. എന്താ? Give me one more peck, dear. ആരുമില്ലേ? ഒക്കെ എവിടെ പോയി കിടക്കുന്നു? ആര് കിടക്കണ കാര്യമാ? ഇവിടുത്തെ ആള് ആര്? ചേട്ടൻ. നീ വാറ്റുകാരി ചെല്ലമ്മയുടെ മോളല്ലേ? നിനക്ക് ഏത് ചേട്ടൻ? അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പിടക്കല്ലേ പിടക്കല്ലേ പിടക്കല്ലേ. ഒന്ന് ഇറക്കാവോ? ഇറക്കാം, പക്ഷേ എന്റെ കാല് നല്ല കണ്ടീഷനിലല്ല. ഭയങ്കര കനം. എടുക്കാൻ വയ്യാത്തൊന്നും എടുക്കാൻ പോകരുതെന്ന്. കർത്താവേ, ഇതെന്നെ കൊണ്ട് താങ്ങോ? ഇതെന്തിനു വെച്ചാ വട്ടിയില്ലേ? ഒന്നുമില്ല. ഒന്നുമില്ലാതെ കനക്കുമോ? ഇതൊരു സാധനം. കർത്താവേ, ഒരു വട്ടി സാധനമോ? ഒരു പെട്ടി അല്ലടാ, 1.5 പെട്ടിയുണ്ട്. ഡാടാ, ഇതിറക്കാനേ ഇവിടെ ആളുണ്ട്. കുത്തി കുത്തി മുറത്ത് കയറി കുത്തരുത് കേട്ടോടാ. ഡാ, ആവശ്യമില്ലാത്തൊന്നും ഇറക്കരുത്. 1.5 കാലേ ഉള്ളൂ. പിള്ള വന്നു. പിള്ള വരാൻ വളരെ താമസിക്കും. പിള്ള 75 പൈസ കയ്യിലുണ്ട്. 1 രൂപയ്ക്ക് തരൂ. അയ്യോ, അത് ഇവിടെയല്ല, അങ്ങ് താഴെ. പിള്ള അത്യാവശ്യം കൊണ്ടാ. അയ്യോ, അത്യാവശ്യത്തിന് കൊടുക്കുന്ന ഇവിടെയല്ല, അങ്ങ് അദ്രാങ്കണ്ണന്റെ അവിടെ. ഞാൻ പൊതുജനമാണ്. ഞാൻ പറഞ്ഞാലും പോലീസ് വരും. വരും. വന്നാ ഇടി വാങ്ങിക്കും. ആർക്ക്? എനിക്കോ? പിന്നെ എനിക്കാണോ? പോലീസിന്റെ മുമ്പിൽ ഞാൻ നിരപരാധിയാ. അപ്പോ ആദ്യം എനിക്ക് ഇടി കൊള്ളും. എന്നിട്ട് ഞാൻ പുറത്ത് വരും. എന്നിട്ട് തന്റെ അവന്റെ ഒരു പോലീസുകാര് മണപ്പിച്ചതേ ഉള്ളൂ, തല ചുറ്റുന്നു. സന്ന സാധനം അല്ലേ? നീ ഇതകത്തുകൊണ്ട് വെച്ചിട്ട് ആ ചെറുക്കൻ കാണാതെ അടവിനിങ് പോരെ. ഞാൻ ഇവിടെ നിൽക്കാം. അമ്മച്ചി, അമ്മച്ചി. നമുക്ക് റോട്ടിൽ കിടന്ന് മരിക്കാം. എന്നാലും അഭിമാനം തന്നെ ആ മോളെ വലുത്. അമ്മച്ചി, അമ്മച്ചി. അമ്മച്ചി, വേണ്ട അമ്മച്ചി, വേണ്ട അമ്മച്ചി, വേണ്ട. അമ്മച്ചി കിടക്കും.
ശാലിനി, ശാലിനി, നീ എന്തിനാ കരയുന്നത്? മറ്റൊന്നിനും കഴിയാഞ്ഞിട്ട്. ഇവിടെ മറ്റൊരിടത്തും പോകാൻ കഴിയാഞ്ഞിട്ട്. നീ എന്താണ് ഈ പറയുന്നത്? സത്യം, ഞാൻ എന്തിനിവിടെ വന്നു എന്ന് എനിക്കറിയില്ല. ശാലിനി, നിനക്കെന്തോ വലിയ ദുഃഖമുണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ കരയുന്നത് ദുഃഖം കൊണ്ടല്ല, ഗോപിയേട്ടനെ കണ്ട സന്തോഷം കൊണ്ട്. ശാലിനി, സ്നേഹമുള്ളവരുടെ മുമ്പിൽ കരയുമ്പോൾ മനസ്സിന്റെ ഭാരം കുറയും, അല്ലേ ഗോപിയേട്ട? ആരും സഹായമില്ലാത്ത ഒരു പെൺകുട്ടിക്ക് കരയാനല്ലേ കഴിയൂ. ഉള്ളത് സ്നേഹം മാത്രമുള്ള ഒരമ്മച്ചി. പക്ഷേ ആ സ്നേഹത്തിന് എന്നെ ജീവിപ്പിക്കാനുള്ള ശക്തിയില്ല. എന്റെ അമ്മച്ചി തളർന്നു പോയി ഗോപിയേട്ട. കരയാതിരിക്കൂ ശാലിനി, നിനക്ക് ഞാനില്ലേ? അമ്മയ്ക്കൊന്നും വരില്ല, എല്ലാറ്റിനും വഴിയുണ്ടാക്കാം. പിന്നെ അവിടെ ഒരു മുയല് പ്രസവിച്ചു കിടക്കും. എവിടെ കൊണ്ടുപോയി കുട്ടിയെ കാണിച്ചു കൊടുക്കട്ടെ? ഞാനിവിടെ വരട്ടെണ്ണ. നിന്നെ കണ്ട മുയല് പേടിച്ചു പോവും. പോടാ പായ നോക്കി. നിന്നാടെ പത്മം, നിന്റെ അമ്മയുടെ കാറ്റ് പോയല്ലാതെ നമ്മുടെ കല്യാണം നടക്കില്ല കേട്ടോ. ഇതൊന്നും സംസാരിക്കാം. വെള്ളം ചൂടാക്കണ്ട, പോയി തണുപ്പിക്കടാ. ദരിദ്രവാസി സ്വർഗലോകത്തെ കണ്ടുകൊണ്ട് അവനെ കെട്ടിയെടുത്തു. നമ്മൾ രണ്ടും രണ്ട് പാത്രമായിട്ട് എത്ര കാലം ഇങ്ങനെ കഴിയും? സ്ത്രീധനം വേണ്ടെന്ന് പറഞ്ഞിട്ട് പോലും നിന്റെ അമ്മയ്ക്ക് എന്നെ വേണ്ടെന്ന്. നിങ്ങളുടെ കൂടെ കെട്ടിച്ചയക്കാൻ എന്റെ അമ്മയ്ക്ക് വിശ്വാസമില്ല. നിനക്കെന്നെ വിശ്വാസമുണ്ടോ? സ്നേഹമുണ്ടോ? ഉണ്ട്. നിനക്കുണ്ടെന്ന് എനിക്കറിയാം. നിന്റെ അമ്മയെ പോവാൻ പറ. നിന്റെ അമ്മയ്ക്ക് വേണ്ടെങ്കിൽ വേണ്ട. എനിക്ക് നീയും നിനക്ക് ഞാനും. അണ്ണ പാല് ചൂടായി. ഇല്ലടാ, തണുത്തു. നീ പോ.